ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പറമ്പിൽ ഒരു കുമ്പളങ്ങ പിടിച്ചിട്ടുണ്ട്. ആ കുമ്പളങ്ങ പറിച്ചെടുത്തിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി കറിയാണ്, സ്പെഷ്യൽ കറി. നല്ല രുചിയുള്ള ഒരു കറി. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കുമ്പളങ്ങ മൂത്തോ നോക്കുന്നത്. കുമ്പളങ്ങയുടെ മേലെ ഭാഗത്ത് നല്ല വെള്ള കളർ വന്നിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ മൂത്തു. ആദ്യം ഇത് പച്ചക്കളറാണ് ഉണ്ടാവുക. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലുള്ള കുരുവും ഒക്കെ കളഞ്ഞ് മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇതിൽ കൂടുതലൊന്നും കളയാനില്ല. കുരു കുറച്ച് മാത്രമേ ഉള്ളൂ. കുമ്പളങ്ങ കഷ്ണങ്ങൾ തന്നെയാണ് കൂടുതൽ. കുമ്പളങ്ങയുടെ തോല് കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്ത് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 4-5 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളകും ചേർത്ത് ഉള്ളിയും ഉഴുന്നുപരിപ്പെല്ലാം ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത്, ചെറിയതായി മുറിച്ച സവാളയും ചേർത്ത് സവാളേൻ്റെ കളറെല്ലാം ഒന്ന് ചെറുതായി മാറി വരണം. സവാള വാടി അതിൻ്റെ ഒരു ബ്രൗൺ കളറ് ചെറുതായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കണം. മുറിച്ച് വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുമ്പളങ്ങയൊന്ന് വെള്ളം ഇറങ്ങി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാലകളെല്ലാം കഷ്ണങ്ങളിൽ പിടിക്കുന്നവരെ. ഇനി മസാലേൻ്റെ പച്ചമണം മാറി വരണം. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക. എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മിക്സി ജാറിൽ 2 പൊടി തേങ്ങ, 4-5 ചെറിയുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് കറക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരക്കണ്ട, ഒന്ന് കറക്കി എടുത്താൽ മതി. ചെറുതായി തരിതരിയായിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളമൊഴിച്ച് മസാലയും കഷ്ണങ്ങളെല്ലാം വേവാൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറി റെഡിയായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. കുമ്പളങ്ങ കൊണ്ടുള്ള കുറേ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.